നമുക്കിവിടെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അവൈലബിൾ ആണ്. നമുക്ക് ദാഹം വരുമ്പം കുടിക്കാൻ വെള്ളം, വിശക്കുമ്പം കഴിക്കാൻ ഭക്ഷണം, ശ്വസിക്കാൻ വായു, മനുഷ്യർ, ശബ്ദം, വെളിച്ചം, ഇങ്ങനെ നമുക്ക് നമ്മളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പം നമ്മളുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അതിനെ കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ, നമുക്ക് വേണ്ട കാര്യങ്ങൾ എടുത്തുകൊണ്ട് നമ്മളുടെ വളർച്ചയെ നമുക്ക് വളരുകയാണ് വേണ്ടത്. നമ്മൾ വളരണം. ഓക്കെ, ആ ഒരു പ്രോസസ്സാണ് ആവശ്യം. പക്ഷേങ്കിൽ ആ ഒരു ഭാഗത്ത് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സ്വന്തമാക്കാൻ നമ്മൾ ഒരിക്കലും പോകത്തില്ല. ആ ഒരു പൊസസീവ്നെസ് എന്നുള്ള ഒരു ഭാഗത്തേക്ക് നമ്മൾ ഒരിക്കലും ശ്രദ്ധ വരില്ല. പകരം അതിപ്പം എനിക്ക് ആവശ്യമായത് കൊണ്ട് തന്നെയാണ് അതെനിക്ക് അവൈലബിൾ ആയത്. അപ്പം അതിനെ മര്യാദമായ രീതിയിൽ സത്യസന്ധതയിൽ അതിനെ ഉപയോഗിച്ചിട്ട് എൻ്റെ വളർച്ചയ്ക്ക് ഞാൻ ശ്രദ്ധ കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് ചെയ്യാനുള്ളത്. അല്ലാതെ ആ ഒരു ഭാഗത്തിനോട്, അല്ലെങ്കിൽ നമുക്ക് ആ വസ്തുവിനോടോ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിനോടോ നമ്മൾ ഒരു അറ്റാച്ച്മെൻറ്റ് കൊണ്ടുവന്നിട്ട് അതെൻ്റെ കൂടെ എപ്പോഴും വേണമെന്ന ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ അതിനർത്ഥം നമുക്കതിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റിയില്ല എന്നാണ്. എവിടെയൊക്കെയോ നമുക്ക് അതിനെ പറ്റിയിട്ടുള്ളൊരു ക്ലാരിറ്റി ഇല്ല. പക്ഷേ അറിയാം അത് എൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമാണ് എന്നുള്ളത് ഒരു ബോധം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത് എപ്പോഴെങ്കിലും നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളൊരു ഭാഗം, ഒരു ഫിയർ, ഒരു ഭയം നമ്മളുടെ ഉള്ളിൽ വരുന്നതും നമ്മൾ നമ്മളുടെ മൈൻഡ് ഉപയോഗിച്ചിട്ട് മാനിപ്പുലേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരുപാട് ചിന്തിച്ചിട്ടൊക്കെ അതിന് നമ്മുടെ കൂട്ടത്തിൽ നിലനിർത്താൻ നമ്മൾ നോക്കുന്നത്. അവിടെ അതിൻ്റെ റീസൺ മനസ്സിലായില്ലേ? അതായത് നമുക്കതിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റിയില്ല, നമുക്കതിനെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയില്ല, നമ്മളുടെ ആവശ്യാനുസരണം നമുക്കതിനെ ഉപയോഗിക്കാൻ പറ്റിയില്ല. അതിൽ വന്നൊരു മിസ്റ്റേക്ക് കാരണമാണ് നമുക്കതിനെ ഒഴിവായി പോകുമെന്നുള്ളൊരു ഭയം നമ്മളുടെ ഉള്ളിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ പക്ഷേ ആ ഒരു ഭയം കൊണ്ട് തന്നെ എന്താ കാര്യം, നമുക്കൊരു സാധനം കിട്ടിയിട്ട് നമുക്കത് നമുക്ക് ഉപയോഗപ്രദമായ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ല എങ്കിൽ അതെപ്പോഴും നമ്മളുടെ കൂടെ ഉണ്ടായിട്ടും പ്രത്യേകിച്ച് കാര്യമില്ലല്ലോ. നമ്മുടെ മനസ്സിന് വെറുതെ പറയാമോ, ഓക്കെ ഇത് എൻ്റെ കൂടെ തന്നെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ സേഫാണ്. പക്ഷെ അത് നമ്മൾക്ക് ഒട്ടും ബെനിഫിറ്റ് അല്ല. നമുക്കത് നമ്മളുടേതായ രീതിയിൽ നമ്മൾക്ക് ആവശ്യമായ രീതിയിൽ നമുക്കതിനെ എടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ അത് എത്ര നാൾ നമ്മുടെ കൂടെ ഉണ്ടായാലും നമ്മളുടെ വളർച്ചയെ അതൊരിക്കലും സ്വാധീനിക്കില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഭയവും അവിടെ കൂടിക്കൊണ്ടേയിരിക്കും. അറ്റാച്ച്മെൻറ്റ് വരും, പൊസസീവ്നെസ് ഒക്കെ അതുകൊണ്ടാണ് വരുന്നത്. പകരം നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് സത്യസന്ധമായി നിന്നുകൊണ്ട് നമ്മളുടെ വളർച്ച, ഞാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിനെ കൃത്യമായിട്ട് ആ ഒരു റെസ്പെക്റ്റിൽ കാണും, അതിന് സമയമെടുത്ത് ശ്രദ്ധിച്ചിട്ട് അത് ഉപയോഗിക്കുമ്പോഴെല്ലാം അത് എൻ്റെ ശരീരത്തെ, എന്നെ എങ്ങനെ സ്വാധീനിക്കുന്നുണ്ട്, അത് എന്നിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് എന്നൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞ്, അതാണ് എൻ്റെ ഉത്തരവാദിത്വം. അതിലാണ് ഞാൻ സത്യസന്ധത കാണിക്കുന്നത്. ആ ഒരു ഭാഗം അറിഞ്ഞറിഞ്ഞ് വരുമ്പോഴാണ് അതിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ മാത്രമേ നമുക്ക് അടുത്ത ഒരു ലെവലിലേക്ക് നമ്മളുടെ ആ ഒരു ബോധം നമുക്ക് മെച്ചപ്പെടുകയും നമുക്ക് വേണ്ട കാര്യങ്ങളെ നമുക്ക് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാനും പറ്റുന്നതൊക്കെ ഉള്ള കാര്യങ്ങളെ നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് വരുമ്പോഴാണ്. എന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ വളർച്ചയുണ്ടാകത്തുള്ളൂ. നമ്മളുടെ വളർച്ചയ്ക്ക് കാരണമാകുന്ന കാര്യങ്ങളെ നമുക്ക് ആ ഒരു സോഴ്സ്, നമുക്ക് അവൈലബിൾ ആവേണ്ട കാര്യങ്ങൾ നമുക്ക് പിന്നെയും അവൈലബിൾ ആയിക്കൊണ്ടിരിക്കത്തുള്ളൂ. ഓക്കെ, നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് കാര്യമില്ല, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിപ്പെൻഡഡ് ആണ്. അപ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അവൈലബിൾ ആവണമെങ്കിൽ ഇപ്പം നിലവിൽ നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ വളർച്ചയെ സ്വാധീനിക്കാൻ, വളർച്ചയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളത്, അതിനെ നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ മാത്രമേ അടുത്തൊരു വളർച്ചയ്ക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് അവൈലബിൾ ആവത്തുള്ളൂ. ഇത് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് പറ്റുന്നില്ല. കാരണം എന്താ, അത് നമ്മളോടുള്ള താല്പര്യമില്ലായ്മ തന്നെയാണ്. വേറെ എന്തൊക്കെയോ ആണ് നമ്മളുടെ ചിന്തകൾ. അപ്പം അങ്ങനെ ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്
ഈ ഒരു സാധനം തന്നെ നമുക്ക് ചിലപ്പോൾ നഷ്ടമാവുകയും നമ്മളുടെ വളർച്ചയ്ക്ക് വേണ്ട ആവശ്യങ്ങളെ നമുക്ക് കൃത്യമായിട്ട് കണ്ടെത്താനോ അത് നമുക്ക് അവൈലബിൾ അല്ലാത്ത രീതിയിൽ മാറുകയോ ചെയ്യുന്നത്. അവിടെയാണ് നമുക്ക് ഭയം വരുന്നത്, വിഷമം വരുന്നത്, പിന്നെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നതൊക്കെ അതുകൊണ്ടാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കാറില്ല എൻ്റെ ലൈഫിൽ എനിക്ക് മാറ്റങ്ങളൊന്നും വരുന്നില്ല, എപ്പോഴും ദുഃഖങ്ങളും ദുരന്തങ്ങളും മാത്രമാണ് എന്നൊക്കെ. അതെന്തുകൊണ്ട് അവിടെ ഒരു മാറ്റം വരാത്തത്? കാരണം നമ്മൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ഇപ്പോൾ നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇപ്പം എൻ്റെ ഈ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ കൂടെയുണ്ട്. പക്ഷെ നമ്മൾ നോക്കുന്നത് എനിക്ക് ലഭ്യമല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. അവിടെയാണ് പ്രശ്നം വരുന്നത്. ഇപ്പോൾ ഉള്ളത് കാര്യങ്ങളാണ് ഞാൻ നല്ല രീതിയിൽ ഉപയോഗിച്ച് കഴിയുമ്പോൾ, അതിന് ഞാൻ വളർച്ച നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത എൻ്റെ വളർച്ചയ്ക്ക് വേണ്ട കാര്യങ്ങൾ എന്തായാലും എൻ്റെ ഉള്ളിലേക്ക് വരും. അതിനെനിക്ക് കണ്ടെത്താനും അതിനെ കൃത്യമായിട്ട് ഉപയോഗിക്കാനുള്ളൊരു ബോധം എനിക്ക് അവിടെ ഉണരും. അതാണ് വേണ്ടത്. അല്ലാതെ നമ്മൾ ഒന്നിനും പൊസസ് ചെയ്യാനോ ഒന്നിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയൊന്നും വേണ്ട. നമ്മളെ നിലനിർത്താൻ വേണ്ടിയിട്ട് അതിനെ നല്ല രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ.